വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. സംഘികളെ, നിങ്ങൾ എന്ത് വ്യാജ പ്രചരണം ഈ കൊച്ചു കേരളത്തിൽ അഴിച്ചുവിട്ടാലും അതിന് 24 മണിക്കൂറിന്റെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നിങ്ങളെ ഒരിക്കൽ കൂടി ബോധിപ്പിക്കുകയാണ്. 24 മണിക്കൂർ എന്നുള്ളത് ഏറിയാൽ എന്ന് മാത്രം, ഏറിയാൽ അത്രമാത്രം. അതിനുള്ളിൽ കൊച്ചു കേരളത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും നിങ്ങളുടെ വ്യാജ പ്രചരണങ്ങൾ പൊളിച്ചടുക്കി നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരും. നിങ്ങൾ പറയുന്നത് പോലെയല്ല, തെളിവുകൾ നിർത്തിയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരും. അത് തന്നെയാണ് ബിപിൻ റാവത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ നിങ്ങൾ ഒരുപാട് വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയില്ലേ? നിങ്ങളുടെ സോഷ്യൽ മീഡിയ കീടങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ദുരന്തങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോയായും ലൈവായും വന്നിട്ട് പറഞ്ഞില്ലേ? ബിപിൻ റാവത്തിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില മുസ്ലിങ്ങൾ ചിരിക്കുന്നു, കമന്റുകൾ ഇടുന്നു എന്നൊക്കെ പറഞ്ഞ അതിന്റെ ഉദാഹരണമായി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ച ഒരു ഐഡി ഇല്ലേ, അനസ് മുഹമ്മദ്? ഞാൻ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ അനസ് മുഹമ്മദിന്റെ ഐഡിയിൽ നിന്ന് ബിപിൻ റാവത്തിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട് ഒരു കമന്റ് വരുന്നു. ബിപിൻ റാവത്തിന് ഇത് അള്ളാഹു നൽകിയ ശിക്ഷയാണ് എന്ന. അതിനെ ഏറ്റുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറിന്റെ വാളുകൾ, പേജുകൾ, അവരുടെ നേതാക്കന്മാർ, പ്രവർത്തകരൊക്കെ പറയുന്നു കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ വിദ്വേഷ പ്രചരണത്തിന്റെ വക്താക്കളാണ്. രാജ്യത്തിന്റെ ഒരു സൈനികൻ മരിച്ചപ്പോൾ ആഘോഷിക്കുന്നത് കണ്ടില്ലേ, അള്ളാഹുവിന്റെ ശിക്ഷയാണെന്ന് പറയുന്നത് കണ്ടില്ലേ എന്ന. കഴിഞ്ഞ ദിവസം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അത് ഫേക്ക് ഐഡി ആയിരിക്കും എന്നാ. ഞാനടങ്ങുന്ന മതേതര സമൂഹം ഒന്നടങ്കം പറഞ്ഞു അത് ഫേക്ക് ഐഡി ആയിരിക്കും എന്നാ. എന്നാൽ സംഘികൾ പറഞ്ഞു അല്ല, അത് ഫേക്ക് ഐഡി അല്ല എന്നാ. ഞങ്ങൾ തെളിയിച്ചു തരികയാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനസ് മുഹമ്മദിന്റെ പേരിൽ വന്ന കമന്റ്, ആ കമന്റ് ഇട്ടത് സംഘികളാണ്. അനസ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ, ആ ഐഡി ഉപയോഗിക്കുന്ന ഒരാൾ അത് സംഘിയാണ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പ്രൊഫൈലിലുള്ള നിങ്ങൾ അനസ് മുഹമ്മദ് ആണ് എന്ന് പറഞ്ഞ ആ പാവ മനുഷ്യൻ കണ്ണൂരുകാരനായ, മുഴപ്പിലങ്ങാടുകാരനായ ഒരു കൂലിപ്പണിക്കാരനാണ് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക ഐഡിയുമുണ്ട്. ആ ഐഡി ഇവിടെ വ്യക്തമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ആ പാവത്തിനെ ഇനിയും നിങ്ങൾ ഉപദ്രവിക്കരുത്. ആ ഐഡി ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, കാരണം ആ പേര് ഞങ്ങൾ ഇവിടെ തൽക്കാലം ഒന്ന് മായ്ക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാവം ഇനിയും ഉപദ്രവിക്കപ്പെടരുത്. ആ പാവത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് ഒരു പ്രത്യേക ഐഡി ഉണ്ടാക്കിയിട്ട് ആ ഐഡിയിൽ നിന്നാണ് ബിപിൻ റാവത്തിന്റെ വാർത്ത വന്ന വിഷയത്തിന് താഴെ ചില ആളുകൾ കമന്റ് ഇട്ടത്. എത്രത്തോളം നീചരാണ് നിങ്ങൾ, എത്രത്തോളം വലിയ വർഗീയവാദികളാണ് നിങ്ങൾ. എന്നിട്ട് ആ ഫേക്ക് ഐഡിയെയും ഏറ്റുപിടിച്ചുകൊണ്ട് അനസ് മുഹമ്മദ് എന്നുള്ള ഒരു മുസ്ലിം നാമം ഉപയോഗിച്ചിട്ട് കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങളെ നിങ്ങൾ തെറി വിളിച്ചില്ലേ? എന്തൊക്കെ പറഞ്ഞു? ഒരാൾ മതം ഉപേക്ഷിച്ചു പോയത്രേ. ഇതൊക്കെ സംഘപരിവാറിന്റെ വ്യാജ പ്രചരണമാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഈ രാജ്യത്തെ ഒരു മുസൽമാന്റെയും രാജ്യസ്നേഹം അളക്കാൻ ഒരു സംഖ്യയും വളർന്നിട്ടില്ല എന്നുള്ളത് ഇതിലൂടെ അവസാനമായി നിങ്ങൾക്ക് വ്യക്തമാക്കി തരികയാണ്. കാരണം നിങ്ങൾ വ്യാജ പ്രചരണത്തിന്റെ വക്താക്കളാണ്. എന്തെങ്കിലും ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ അതിൽ ദേശീയത കൊണ്ടുവന്ന് രാജ്യസ്നേഹത്തിന്റെ കെട്ടുകഥ പറഞ്ഞിട്ട്, ഞങ്ങൾക്കുള്ളത്ര രാജ്യസ്നേഹമൊന്നും നിങ്ങൾക്കില്ലടോ, അതിന്റെ കെട്ടുകഥ പറഞ്ഞിട്ട് അതിലൂടെ നിരപരാധികളായ മുസ്ലിങ്ങളായിട്ടുള്ള മനുഷ്യരുടെ ഫോട്ടോകൾ വെച്ചിട്ട് വ്യാജ ഐഡികൾ ഉണ്ടാക്കിയിട്ട് അതിൽ കമന്റ് ചെയ്യുന്നു. നാണമില്ലാത്തവർ, നിങ്ങൾക്കൊക്കെ എന്തൊരു മനസ്സാണ്! നിങ്ങളുടെയൊക്കെ മനസ്സ് എന്തൊരു വൃത്തികെട്ട മനസ്സാണ്! നിങ്ങൾ തെറ്റുതിരുത്താനൊന്നും വരില്ല എന്ന് ഞങ്ങൾക്കറിയാം, കാരണം തെറ്റിലൂടെ വളർന്നവരാണ് നിങ്ങൾ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളത്. അതുകൊണ്ട് തിരുത്തുന്ന ഒരു കാര്യം നിങ്ങൾ അവസാന ഘട്ടത്തിലേ ചെയ്യൂ. അത് തന്നെ നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് തോന്നുന്ന സമയത്തെ നിങ്ങൾ അതൊക്കെ ചെയ്യത്തുള്ളൂ. എന്തായാലും അനസ് മുഹമ്മദ് എന്നുള്ള സംഘപരിവാറിന്റെ നാടകം ഇവിടെ പൊട്ടിപ്പാളിസായിരിക്കുകയാണ്. ആ പാവം, ആ ഫോട്ടോയിലുള്ള ആ നല്ലവനായ നിരപരാധിയായ ആ മനുഷ്യൻ ജീവിച്ചു പോകട്ടെ. ആ പാവം അനുഭവിച്ച വേദനകൾക്ക് സംഘി ക്രിമിനലുകളെ നിങ്ങൾക്ക് കണക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.